പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് തിരുസഭ കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഈ മാനവകുലത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു കർത്താവിൻ്റെ മംഗളവാർത്ത. കാരണം അതുവരെ യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷകൻ ജനിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ച ആ ഒരു ദിവസത്തിൻ്റെ അനുസ്മരണമാണ് മംഗളവാർത്ത തിരുനാളിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് ഈ കൃപയുടെ സമയം നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയ ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്നി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മംഗളവാർത്ത തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കുവാൻ തീരുമാനമെടുത്തതിൻ്റെ ഫലമായി ഉണ്ടായ ഒന്നാണ് ഈ മംഗളവാർത്ത എന്നത്. കാരണം ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്നും അകന്നുപോയി. ആ ജനത്തെ വീണ്ടെടുക്കുവാൻ അവരുടെ ഇടയിലേക്ക് ഒരു രക്ഷകനെ അയക്കണം എന്ന് കർത്താവ് തീരുമാനമെടുത്തു. നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ വായിക്കുമ്പോൾ അതിൽ കാണുന്നത് പോലെയാണ് ദൈവം ഈ ഒരു പ്രക്രിയയിലേക്ക് എത്തിച്ചേരുക. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യം തൻ്റെ ഭൃത്യമാരെയാണ് തനിക്ക് ലഭിക്കേണ്ട ബലത്തിന് വേണ്ടി അവിടുന്ന് അയക്കുക. 2 തവണ ആളുകളെ അയച്ചു. അവസാനം ആണ് തൻ്റെ പുത്രനെ ആ ബലം ലഭിക്കുവാൻ വേണ്ടി അയക്കുന്നത്. അതുതന്നെയാണ് പിതാവായ ദൈവം ഇസ്രായേൽ ജനതയുടെ കാര്യത്തിലും ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അവരുടെ ഇടയിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദം നൽകി. അവരെ നയിക്കുവാൻ രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ വാക്കുകൾ ധിക്കരിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടപ്പോൾ അവരെ വീണ്ടും മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുവാൻ തുടങ്ങി. ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും അതൊന്നും ചെവികൊള്ളാതെ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനത, ദൈവം തിരഞ്ഞെടുത്തവർ എന്ന അവകാശവാദം ഉന്നയിച്ച് ദൈവം നൽകിയ കൽപ്പനകൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് അവർ തങ്ങളുടെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നാണ് അസ്രിയക്കാരുടെ ആക്രമണം കടന്നു വന്നത്.
അവരെ തടവറയിൽ അകപ്പെടുമ്പോൾ അവർക്ക് ഇനി എന്ത് എന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. വീണ്ടും ഒരു തടവുകാരനെ പോലെ ജീവിക്കേണ്ടതായിട്ട് വരുമല്ലോ എന്ന ചിന്ത അവരെ ഒത്തിരിയേറെ അസ്വസ്ഥരാക്കി. കാരണം ഈജിപ്തിൽ അവർ അടിമകളായി ജീവിച്ചിരുന്നു. ഒത്തിരിയേറെ അടിമത്തത്തിലൂടെ കടന്നുപോയ അവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പിന്നീട് തങ്ങളുടെ ജീവിതം ചെലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനതയിൽപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹമായിരുന്നു ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ തൻ്റെ ഉദരത്തിൽ വന്ന് ജനിക്കണം. യേശയ്യാ പ്രവാചകനിലൂടെയും അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒത്തിരിയേറെ തവണ അവർ കേട്ടിട്ടുണ്ട്. എപ്രകാരമുള്ള രക്ഷകനാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് യേശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായി തന്നെ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം വായിച്ചിട്ടുള്ള ഇസ്രായേൽ ജനത അപ്പോഴും തങ്ങളുടെ ഇടയിലേക്ക് വരുന്ന രക്ഷകനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ രക്ഷകൻ വരും എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അബ്രഹാം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ പിതാക്കന്മാരുടെ ജീവിതത്തിലും ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറുന്നത് കണ്ടിട്ടുള്ളവരാണ് ഇസ്രായേൽ ജനത. അതുകൊണ്ട് തന്നെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും കർത്താവ് അവിശ്വസ്തനാവില്ല എന്ന പൂർണ്ണമായ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആ വാഗ്ദാനങ്ങളിൽ അവർ വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ ആ രക്ഷകന് വേണ്ടി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിയുമ്പോഴാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അത്ഭുതം നടക്കുക. അവളും പ്രാർത്ഥനയിലായിരുന്നിരിക്കണം. ആ സമയത്ത് അവളുടെ മുമ്പിലേക്ക് ഗബ്രിയേൽ ദൂതൻ കടന്നു വരുമ്പോൾ ആദ്യം അവളോട് പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് ആ ദൂതൻ മറിയത്തോട് പറയുമ്പോൾ അവൾ വളരെ അസ്വസ്ഥയായി മാറി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിക്കുവാൻ തുടങ്ങി. കാരണം അവളും മറ്റ് യഹൂദ സ്ത്രീകളെ പോലെ ഒരുവളായിരുന്നു. രക്ഷകൻ തൻ്റെ ഉദരത്തിലും വന്ന് പിറക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവൾ. പക്ഷേ അവളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അത് അവൾ കന്യകയായിരിക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുമെന്നുള്ളത്. തീർച്ചയായും ആ സ്ത്രീകൾ സ്വപ്നം കണ്ടിരുന്നത് വിവാഹ ജീവിതത്തിന് ശേഷം അവർക്ക് ഒരു രക്ഷകൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നേരെ വിപരീതമായ ഒരു കാര്യമാണ് സംഭവിക്കുക. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന ആ ദൂതൻ അവളോട് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവൾ കൂടുതൽ അസ്വസ്ഥയായി മാറിയത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ആ ദൂതൻ അവളോട് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും മറിയത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയായിരിക്കണം ദൈവസന്നിധിയിൽ അവൾക്ക് കൃപ ലഭിക്കുന്നതിന് കാരണമായി തീർന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ മറിയവും പ്രാർത്ഥിച്ചു. പക്ഷേ മറിയത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ വളരുവാൻ അവളെ സഹായിച്ച തീർച്ചയായും അവളുടെ മാതാപിതാക്കളായിരിക്കാം. കൃത്യമായി ദേവാലയത്തിൽ കൊണ്ടുപോകുവാനും പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തുവാനും അവളെ പഠിപ്പിച്ചതും അവളുടെ മാതാപിതാക്കന്മാരായിരിക്കണം. അങ്ങനെ ആ നല്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ ലഭിച്ച സമ്മാനമായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഇതാ ഇവിടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ സംഭവമാണ് നടക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കൃപ കണ്ടെത്തിയിരിക്കുന്നു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ പോകുന്നു എന്ന് അപ്പോഴും അവൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടെ ആ ദൂതനെ നോക്കുമ്പോൾ ആ ദൂതൻ കൂട്ടിച്ചേർക്കുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെ അവൾ വിഷമിച്ചു നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കി നീ ദൈവസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ദൂതൻ ഉടനെ തന്നെ അവളുടെ മനസ്സിൽ വലിയൊരു ബോംബിടുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പിന്നെ യേശു എപ്രകാരമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്, അവളോട് എന്താണ് നിറവേറ്റപ്പെടാൻ പോകുന്നത് എന്നുള്ള വാഗ്ദാനത്തിൻ്റെ ഒരു പരമ്പരയാണ് പിന്നീട് കാണുക. 5 വാഗ്ദാനങ്ങൾ ആ ശിശുവിനെ കുറിച്ച് ആ ദൂതൻ മറിയത്തോട് പറയുന്നുണ്ട്. അപ്പോഴും മറിയത്തിന് ഒന്നും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല.
പക്ഷേ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അറിയിപ്പായിരുന്നു ആ ദൂതൻ അവളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെയും ദൂതൻ്റെ വാക്കുകൾ മനസ്സിലാക്കാതെ പേടിച്ചരണ്ടുകൊണ്ട് മറിയം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് മറിയത്തിൽ നിന്ന് ഉണ്ടായത്. അവൾക്ക് ജനിക്കാൻ പോകുന്ന ശിശു ആരായി തീരുമെന്നെല്ലാം വളരെ വ്യക്തമായി ദൂതൻ അവതരിപ്പിച്ചിട്ടും അവൾക്ക് ഇതൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കാരണം താൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു? ഇതുവരെ തൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് തൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷം തൻ്റെ ഉദരത്തിൽ രക്ഷകൻ വന്ന് പിറക്കണം എന്നുള്ള ആഗ്രഹമാണ് അവൾ പ്രാർത്ഥനയിലൂടെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് നേരെ വിപരീതമായി ഇവിടെ പുരുഷനെ പോലും അറിയുന്നതിന് മുമ്പ് നീ ഒരു ഗർഭം ധരിക്കുമെന്ന് ആ ദൂതൻ പറയുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തനിക്ക് അറിയണമെന്ന ഒരു ആഗ്രഹം മറിയത്തിൻ്റെ ഉള്ളിൽ ജനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൾ നിഷ്കളങ്കമായി ആ ദൂതനോട് ചോദിക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൂതൻ വീണ്ടും അവളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. നിനക്ക് ഈ ഗർഭം കടന്നു വരാൻ പോകുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ആവസിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും എന്ന് ആ നിമിഷം ദൂതൻ അവളോട് പറയുമ്പോൾ ആ ദൂതൻ ചേർത്ത് വയ്ക്കുകയാണ്, ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിലൂടെ മറിയത്തിന് നൽകുന്ന ഒരു സ്ഥാനം, നിന്റെ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ അതിനർത്ഥം നീ ദൈവത്തിൻ്റെ മാതാവാണ് എന്നുള്ളതാണ്. തിരുസഭ വിശ്വാസ സത്യങ്ങളിൽ ഒന്നായി എടുത്തു പറയുന്ന ഒന്നാണ് മറിയം ദൈവത്തിൻ്റെ മാതാവ് എന്നുള്ളത്. ദൈവമാതാവായ മറിയത്തെക്കുറിച്ച് ഒത്തിരിയേറെ പഠനങ്ങൾ സഭയിൽ നടക്കാൻ കാരണമായതും ഈ ഒരു വചനത്താൽ. കാരണം ദൈവപുത്രൻ്റെ അമ്മ അത് ദൈവത്തിൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനത്തേക്ക് മറിയം ഉയർത്തപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. അതിന് അടയാളമായി മറിയത്തോട് പറയുന്ന കാര്യമാണ്, ചാർച്ചക്കാരിയായ എലിസബത്തും ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. സക്രിയായും എലിസബത്തും ഒത്തിരിയേറെ ആഗ്രഹത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചവരാണ്. ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ നിരന്തരം കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചിരുന്നവർ. സക്രിയായ്ക്ക് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയുള്ള നറുക്ക് വീണപ്പോൾ തീർച്ചയായും അവൻ്റെ അതിരത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പ്രാർത്ഥനയും, കർത്താവേ ഞങ്ങളുടെ ഈ അപമാനം എടുത്തു മാറ്റണമേ, അങ്ങയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഭാര്യയും ഇതാ വൃത്തിയായി മാറിയിരിക്കുന്നു, ഇന്ന് സമൂഹത്തിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മറ്റുള്ളവരെല്ലാം ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ കളിയാക്കുമ്പോൾ കർത്താവേ ആ അഭിമാനത്തിൻ്റെ ഒരു ഭാരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ അപമാനം സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പുരോഹിതനെന്ന് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ട് പോലും അപമാന ഭാരത്താൽ വലയേണ്ടവരായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ആ ദമ്പതിമാർ ഇവിടെ സക്രിയായ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ തീർച്ചയായും ആദ്യം പ്രാർത്ഥിച്ചതും അതുതന്നെയായിരിക്കാം. അതുകൊണ്ടാണ് സക്രിയായുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ദൂതൻ കടന്നു വന്നത്. പക്ഷേ ദൂതൻ പറഞ്ഞതൊന്നും വിശ്വസിക്കുവാൻ സക്രിയായ്ക്ക് സാധിക്കുന്നില്ല എന്ന് പിന്നീട് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മറിയത്തിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടക്കുന്നു. ആ ഒരു സംഭവം ഇവിടെ മറിയത്തോട് ദൂതൻ പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി വന്നി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കിയിരുന്ന നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 6-ാം മാസമാണ്. പ്രിയമുള്ളവരെ, അതിനോടൊപ്പം ദൂതൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യം പോലും ദൈവത്തിന് സാധ്യമാണ് എന്ന് ആ ദൂതൻ അവളോട് പറയുമ്പോൾ അവൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും സംശയമുണ്ടായിരുന്നില്ല. അതുവരെ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മറിയം ആ നിമിഷം തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്നും എല്ലാ സംശയത്തിൻ്റെ കണികകളും എടുത്തു മാറ്റിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മംഗളവാർത്തയെന്ന് നമ്മൾ പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ ഒരു സംഭവം മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദന സമ്മാനിച്ച ഒന്നായിരുന്നു. ഒത്തിരിയേറെ അപമാനത്തിൻ്റെ ഭാരം അവളുടെ തലയിൽ വെച്ചു കൊടുത്ത ഒന്നായിരുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന തിരിച്ചറിവിൽ അവസാനം തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ അവൾക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമുക്ക് മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ മംഗളവാർത്ത അത് അവളെ സംബന്ധിച്ച് ഒത്തിരിയേറെ വേദനയുടെ തുടക്കമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന തിരിച്ചറിവിൽ അതെല്ലാം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വേദനാജനകമായ പല കാര്യങ്ങളും സംഭവിക്കാമെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിൽ ഏറ്റെടുക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന.